Okay, today our topic is graphing in polar coordinates. അപ്പോൾ നമ്മൾ പോളാർ കോർഡിനേറ്റ് എന്താണെന്ന് പറഞ്ഞതുപോലെ പോളാർ കോർഡിനേറ്റ്സും അതുപോലെ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സും തമ്മിലുള്ള റിലേഷൻഷിപ്പ് പഠിച്ചതുപോലെ കുറേ എക്സാമ്പിൾസ് നമ്മൾ നോക്കി. ദെൻ പോളാർ കോർഡിനേറ്റ്സിലുള്ള ഒരു ഗ്രാഫിനെ നമുക്ക് എങ്ങനെ വരയ്ക്കാൻ പറ്റുമെന്നാണ് ഇവിടെ നോക്കുന്നത്. സോ ഒരു ഗ്രാഫ് വരയ്ക്കുന്നതിന് മുമ്പ് ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് അതിൻ്റെ സിമെട്രിസിറ്റി, ദെൻ അതിൻ്റെ സ്ലോപ്പൊക്കെ വെച്ചിട്ട് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ടോപ്പിക്ക് ഗ്രാഫിംഗ് ഇൻ പോളാർ കോർഡിനേറ്റ്സ്. To graph a polar equation, first we have to think of its symmetry about x-axis, y-axis and the origin. x-axis-നും y-axis-നും ഒറിജിനും അത് സിമെട്രിക് ആണോ അല്ലയോ നമ്മൾ നോക്കണം. കാരണം എന്താണ്, x-axis സിമെട്രിക് ആണെങ്കിൽ നമ്മൾ x-axis-ന് എബവ് ഉള്ള ഭാഗം എടുത്താൽ ബിലോ അതേപോലെ തരാം, y-axis-നും സിമിലർ ആയിരിക്കും, ഒറിജിനും സിമിലർ ആയിരിക്കും. അതായത് സിമെട്രിക് ആണെങ്കിൽ ഒരു ഭാഗം നമുക്ക് കിട്ടുകയാണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും അതേപോലെ തന്നെ ആയിരിക്കും. ഓക്കെ, ദെൻ വി ഹാവ് ടു കൺസിഡർ ഇറ്റ് സ്ലോപ്പ്. ദെൻ നമ്മൾ എന്താണ് അതിൻ്റെ സ്ലോപ്പ് നമ്മൾ നോക്കണം. സോ ഫസ്റ്റ് നമുക്ക് നോക്കേണ്ടത് എന്താണ്, സിമെട്രിയാണ്. സിമെട്രി അബൌട്ട് ദി പോളർ ആക്സിസ്, എക്സ് ആക്സിസ്. പോളർ ആക്സിസ് പറഞ്ഞാൽ എക്സ് ആക്സിസ്. എക്സ് ആക്സിന് അബൌട്ടായിട്ട് സിമെട്രിക് എപ്പോഴാണ് ആ ഗ്രാഫ് ആവാൻ. The graph of r equal to f of theta is symmetric with respect to the polar axis or the x-axis if the equation is unchanged when theta is replaced by minus theta. തീറ്റയ്ക്ക് പകരം മൈനസ് തീറ്റ നമ്മുടെ ഇക്വേഷനിൽ കൊടുത്താലും ഇക്വേഷനിൽ ഒരു മാറ്റം വരുന്നില്ല എങ്കിൽ അത് സിമെട്രിക് അബൌട്ട് ദി എക്സ് ആക്സിസ് ആയിരിക്കും. ഓക്കെ, ദാറ്റ് ഈസ് ഇഫ് എഫ് ഓഫ് തീറ്റ ഈക്വൽ ടു എഫ് ഓഫ് മൈനസ് തീറ്റ. In other words, the graph is symmetric about x-axis if the point r theta lies on the graph, then the point r minus theta or minus r pi minus theta also lies on the graph. അപ്പോൾ തീറ്റയ്ക്ക് പകരം നമ്മൾ മൈനസ് തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താലും ആർ ഈക്വൽ ടു എഫ് ഓഫ് തീറ്റ ഈക്വൽ എന്തായിരിക്കും, എഫ് ഓഫ് മൈനസ് തീറ്റ ആയിരിക്കും. അങ്ങനെയാണ് എങ്കിൽ നമുക്ക് എന്തായിരിക്കും, ആ ആർ ഈക്വൽ ടു എഫ് ഓഫ് തീറ്റ എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രാഫ്, പോളാർ കോർഡിനേറ്റ് ഗ്രാഫ് എന്തായിരിക്കും, സിമെട്രിക് അബൌട്ട് ദി എക്സ് ആക്സിസ് ആയിരിക്കും. ദെൻ നമുക്ക് നോക്കാനുള്ളത് സിമെട്രിക് അബൌട്ട് ദി വെർട്ടിക്കൽ ലൈൻ തീറ്റ ഈക്വൽ ടു പൈ ബൈ ടു. തീറ്റ ഈക്വൽ ടു പൈ ബൈ ടു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 90 ഡിഗ്രിയിലാണ് വരിക അല്ലേ, 90 ഡിഗ്രി. അത് സിമെട്രിക് അബൌട്ട് ദി പൈ ബൈ ടു എന്ന് പറഞ്ഞിട്ട്, അതായത് വൈ ആക്സിസ്. വൈ ആക്സിന് സിമെട്രിക് ആയിട്ട് ആ ഗ്രാഫ് എപ്പോഴാണ് മാറുക. The graph r equal to f of theta is symmetric with respect to the vertical line theta equal to pi by 2 or y-axis if the equation is unchanged when we replace theta by പൈ മൈനസ് തീറ്റ. തീറ്റയ്ക്ക് പകരം പൈ മൈനസ് തീറ്റ നമ്മൾ റീപ്ലേസ് ചെയ്താലും അതിൽ ഇക്വേഷനിൽ ഒരു മാറ്റം വരുന്നില്ല എങ്കിൽ നമുക്ക് എന്തായിട്ടും വൈ ആക്സിന് സിമെട്രിക് ആയിരിക്കും, ഓർ തീറ്റ ഈക്വൽ പൈ ബൈ ടു എന്നിട്ടുള്ള ലൈന് സിമെട്രിക് ആയിരിക്കും. ദാറ്റ് ഈസ് എഫ് ഓഫ് തീറ്റ ഈക്വൽ എന്തായിരിക്കും, എഫ് ഓഫ് പൈ മൈനസ് തീറ്റ. ഇൻ അതർ വേർഡ്സ്, ദ ഗ്രാഫ് ഈസ് സിമെട്രിക് അബൌട്ട് വൈ ആക്സിസ് ഇഫ് ദി പോയിന്റ് ആർ തീറ്റ ലൈസ് ഓൺ ദ ഗ്രാഫ്, ദെൻ ദ പോയിന്റ് ആർ pi minus theta or minus r minus theta also lies on the graph. The next, symmetric about the origin or the pole. Symmetric about the pole or origin. The graph of r equal to f of theta is symmetric with respect to the origin or pole if the equation is unchanged when r is replaced by minus r or theta is replaced by പൈ പ്ലസ് തീറ്റ. ആറിനെ കൊണ്ട് മൈനസ് ആർ റീപ്ലേസ് ചെയ്യുമ്പോഴും ടീറ്റനെ പൈ പ്ലസ് ടീറ്റയെ കൊണ്ട് റീപ്ലേസ് ചെയ്യുമ്പോഴും ഇതിൽ ഏതെങ്കിലും ഒന്ന് റീപ്ലേസ് ചെയ്യുമ്പോഴും ആ ഇക്വേഷൻ ചേഞ്ച് ചെയ്യുന്നില്ലെങ്കിൽ എന്തായിരിക്കും, ഒറിജിന് സിമെട്രിക് ആയിരിക്കും. ഇൻ അതർ വേർഡ്സ്, ദ ഗ്രാഫ് ഈസ് സിമെട്രിക് അബൌട്ട് ദി ഒറിജിൻ ഇഫ് ദി പോയിന്റ് ആർ ടീറ്റ ലൈസ് ഓൺ ദി ഗ്രാഫ്, ദെൻ ദ പോയിന്റ് മൈനസ് ആർ ടീറ്റ ഓർ ആർ പൈ പ്ലസ് ടീറ്റ ആൾസോ ലൈസ് ഓൺ ദ ഗ്രാഫ്. അപ്പോൾ സിമെട്രിക് അബൌട്ട് ദി എക്സ് ആക്സിസ്, വൈ ആക്സിസ്, ഒറിജിൻ നമ്മൾ പറഞ്ഞു. എപ്പോഴായാലും എക്സ് ആക്സിസ് സിമെട്രിക് എപ്പോഴാവുക, ടീറ്റയ്ക്ക് പകരം മൈനസ് ടീറ്റ റീപ്ലേസ് ചെയ്യുമ്പോഴും ഇക്വേഷൻ അൺചേഞ്ച്ഡ് ആയിട്ട് വരുമ്പോൾ, ദെൻ ടീറ്റയ്ക്ക് പകരം പൈ മൈനസ് ടീറ്റ റീപ്ലേസ് ചെയ്യുമ്പോൾ ഇക്വേഷൻ ചേഞ്ച് ചെയ്യുന്നില്ല എങ്കിൽ വൈ ആക്സിന് അല്ലെങ്കിൽ ടീറ്റ ഈക്വൽ പൈ ബൈ ടുന് സിമെട്രിക് ആയിട്ട് വരും. ആറ് പകരം മൈനസ് ആറ് അല്ല, ടീറ്റയ്ക്ക് പകരം പൈ പ്ലസ് ടീറ്റ റീപ്ലേസ് ചെയ്യുമ്പം ഇക്വേഷൻ അൺചേഞ്ച്ഡ് ആണെങ്കിൽ സിമെട്രിക് അബൌട്ട് ദി ഒറിജിൻ ഓർ ദി പോൾ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ദെൻ സം എക്സാമ്പിൾസ് നോക്കാം. ഇഫ് എഫ് ഓഫ് ടീറ്റ പ്ലസ് പൈ ബൈ ടു ഈക്വൽ ടു എഫ് ഓഫ് ടീറ്റ, വാട്ട് ഡസ് ദിസ് ടെൽ യു അബൌട്ട് ദി ഗ്രാഫ് ഓഫ് ആർ ഈക്വൽ ടു എഫ് ഓഫ് ടീറ്റ. എഫ് ഓഫ് ടീറ്റയ്ക്ക് ഈക്വൽ ആണ് എഫ് ഓഫ് ടീറ്റ പ്ലസ് പൈ ബൈ ടു അല്ലേ. ടീറ്റ പ്ലസ് പൈ ബൈ ടു, ടീറ്റയ്ക്ക് പകരം ടീറ്റ പ്ലസ് പൈ ബൈ ടു നമ്മൾ റീപ്ലേസ് ചെയ്തപ്പോഴും ഇക്വേഷനിൽ ഒരു മാറ്റമില്ല. അങ്ങനെയെങ്കിൽ ആർ ഈക്വൽ ടു എഫ് ഓഫ് ടീറ്റ എന്ന് പറഞ്ഞിട്ടില്ല ഗ്രാഫിനെ പറ്റി നമുക്ക് എന്ത് പറയാൻ പറ്റും. Since f of theta plus pi by 2 equal to f of theta, if the point r theta lies on the graph, then the point r theta plus pi by 2 also lies on the graph. This means that the graph will have the same appearance if it is rotated through an angle pi by 2. Pi by 2 angle rotate ചെയ്താലും സെയിം then അതിന് കിട്ടാൻ നമുക്ക് പറയാൻ പറ്റും അല്ലേ. എഫ് ഓഫ് ടീറ്റ, ടീറ്റയ്ക്ക് പകരം ടീറ്റ പ്ലസ് പൈ ബൈ ടു എടുത്തപ്പം സെയിം പോയിന്റ് ആയിട്ട്, അപ്പോൾ
തീറ്റയ്ക്ക് പകരം തീറ്റ പ്ലസ് പൈ ബൈ ടു കൊടുക്കുമ്പോൾ നമുക്ക് സെയിം ആൻസർ തന്നെ വരുന്നത്. സോ തീറ്റയ്ക്ക് പകരം പൈ ബൈ ടു റൊട്ടേറ്റ് ചെയ്താലും സെയിം ആൻസർ തന്നെയാണ് വരിക. ഓക്കെ, ദ നെക്സ്റ്റ്, ഇഫ് f of pi by 2 minus theta equal to f of theta, what does this tell you about the graph of r equal to f of theta? തീറ്റയ്ക്ക് പകരം പൈ ബൈ ടു മൈനസ് തീറ്റ കൊടുത്തപ്പോഴും സെയിം ആൻസർ ആണ് വരുന്നത്. ദാറ്റ് ഈസ് ഗിവൺ എഫ് ഓഫ് പൈ ബൈ ടു മൈനസ് തീറ്റ ഈക്വൽ ടു എഫ് ഓഫ് തീറ്റ. ദെൻ ഫോർ എനി തീറ്റ എഫ് ഓഫ് പൈ ബൈ ടു മൈനസ് തീറ്റ ഈക്വൽ ടു എഫ് ഓഫ് പൈ ബൈ ടു മൈനസ് പൈ ബൈ ഫോർ മൈനസ് തീറ്റ. അതായത് പൈ ബൈ ഫോറിന് പകരം നമുക്ക് പൈ ബൈ ടു മൈനസ് പൈ ബൈ ഫോർ എന്ന് കൊടുക്കാൻ പറ്റും. ദാറ്റ് ഈസ് എഫ് ഓഫ് പൈ ബൈ ടു മൈനസ് പൈ ബൈ ഫോർ പ്ലസ് തീറ്റ. നമുക്കറിയാവുന്നതാണ് തീറ്റയ്ക്ക് പകരം നമ്മൾ പൈ ബൈ ഫോർ മൈനസ് തീറ്റ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, തീറ്റയ്ക്ക് പകരം പൈ ബൈ ഫോർ മൈനസ് തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം എന്താണ് എഫ് ഓഫ് തീറ്റ എന്താണ് പൈ ബൈ ടു മൈനസ് തീറ്റ ആണ്. ആ തീറ്റയ്ക്ക് കാരണം പൈ ബൈ ടു മൈനസ് തീറ്റ കൊടുത്തു. ദെൻ പൈ ബൈ ടു മൈനസ് പൈ ബൈ ഫോർ മൈനസ് തീറ്റ. അതായത് എഫ് ഓഫ് പൈ ബൈ ടു നമ്മൾ തീറ്റയ്ക്ക് കാരണം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പൈ ബൈ ഫോർ മൈനസ് തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ദെൻ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എന്താ പറയാൻ പറ്റും പൈ ബൈ ടു മൈനസ് പൈ ബൈ ഫോർ മൈനസ് തീറ്റ. ദാറ്റ് ഈസ് പൈ ബൈ ടു മൈനസ് പൈ ബൈ ഫോർ പ്ലസ് തീറ്റ എന്ന് കൊടുക്കാൻ പറ്റും. ദാറ്റ് ഈസ് പൈ ബൈ ടു മൈനസ് ഒരു സംതിങ് സാധനം. ദാറ്റ്സ് ഈക്വൽ എന്താണ് എഫ് ഓഫ് പൈ ബൈ ടു മൈനസ് തീറ്റ ഈക്വൽ എഫ് ഓഫ് തീറ്റ. തീറ്റയുടെ സ്ഥാനത്തൂടെ പൈ ബൈ ഫോർ പ്ലസ് തീറ്റ വന്നു. ദാറ്റ്സ് ഈക്വൽ എഫ് ഓഫ് പൈ ബൈ ഫോർ പ്ലസ് തീറ്റ. ഹൻസ് ദ ഗ്രാഫ് ഓഫ് ആർ ഈക്വൽ എഫ് ഓഫ് തീറ്റ ഈസ് സിമെട്രിക് വിത്ത് റെസ്പെക്ട് ദി ലൈൻ തീറ്റ ഈക്വൽ ടു പൈ ബൈ ഫോർ. തീറ്റയ്ക്ക് പകരം നമ്മൾ പൈ ബൈ ഫോർ പ്ലസ് തീറ്റ കൊടുത്തപ്പോൾ എന്താണ് സെയിം ആൻസർ വന്നതുകൊണ്ട് നമുക്ക് തരാം തീറ്റ ഈക്വൽ ടു പൈ ബൈ ഫോർ എന്തായിരിക്കും ആ ഗ്രാഫ് ആർ ഈക്വൽ എഫ് ഓഫ് തീറ്റൻ്റെ ഗ്രാഫ് എന്തായിരിക്കും സിമെട്രിക് ആയിരിക്കും. ദെൻ നമുക്ക് നെക്സ്റ്റ് ഉള്ളതാണ് സ്ലോപ്പ് ഓഫ് എ പോളാർ കേവ്. ഒരു പോളാർ കേവിൻ്റെ സ്ലോപ്പാണ് നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത്. That is, slope of a polar curve r equal to f of theta is given by dy by dx not by r dash is equal to df by d theta. അതായത് എഫ് നമ്മൾ വിത്ത് റെസ്പെക്ട് ടു തീറ്റ അല്ല എന്ത് ചെയ്യുന്നത് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത് y വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് dy by dx ആണ് അതിൻ്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ. To find dy by dx, express the equation of the curve as parametric equations. നമുക്കൊരു x is equal to r cos theta ആണ്. That is r എന്ന് പറഞ്ഞാൽ f of theta. Okay, then f of theta cos theta, y equal to r sin theta, r equal to f of theta ആയതുകൊണ്ട് f of theta sin theta. If f is differentiable function of theta, then so are x and y. തീറ്റ എന്താണ് എഫ് എന്താണ് ടീറ്റന് വിത്ത് റെസ്പെക്ട് ഡിഫറൻഷ്യബിൾ ആണ്. എക്സും വൈ എന്തായിരിക്കും വിത്ത് റെസ്പെക്ട് ടീറ്റ ഡിഫറൻഷ്യബിൾ ആയിരിക്കും. വെൻ ഡി വൈ ബൈ ഡീറ്റ നോട്ട് ഈക്വൽ 0 വി ക്യാൻ കാൽക്കുലേറ്റ് ഡി വൈ ബൈ ഡി എക്സ് ആസ് ഫോളോസ്. ചെയിൻ റൂൾ വെച്ച് നമുക്ക് പറയാൻ ചെയ്യാൻ പറ്റുന്നത് ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ഡി വൈ ബൈ ഡീറ്റ ഡിവൈഡ് ബൈ ഡി എക്സ് ബൈ ഡീറ്റ. ദാറ്റ്സ് ഈക്വൽ ടു ഡി വൈ ബൈ ഡീറ്റ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വൈ എന്ന് പറഞ്ഞാൽ എന്താണ് എഫ് ഓഫ് ടീറ്റ സൈൻ ടീറ്റ. ദാറ്റ് ഈസ് ഡി ബൈ ഡി ടീറ്റ ഓഫ് എഫ് ഓഫ് ടീറ്റ ഇൻറ്റു സൈൻ ടീറ്റ ഡിവൈഡ് ബൈ ഡി ബൈ ഡി ടീറ്റ ഓഫ് എഫ് ഓഫ് ടീറ്റ ഇൻറ്റു കോസ് ടീറ്റ. നമുക്കറിയാവുന്നതാണ് ചെയിൻ റൂൾ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ പ്രൊഡക്റ്റ് റൂൾ വെച്ച് നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റും. ദിസ് എഫ് ഫസ്റ്റ് യു വി ഡാഷ് ആണ് എന്തായിരുന്നു യു ഡാഷ് വി പ്ലസ് യു വി ഡാഷ് ആയിരുന്നു. സോ എഫ് ഡാഷ് ഓഫ് ടീറ്റ സൈൻ ടീറ്റ പ്ലസ് എഫ് ഓഫ് ടീറ്റ കോസ് ടീറ്റ ഡിവൈഡ് ബൈ നമ്മൾ താഴത്തും പ്രൊഡക്റ്റ് റൂൾ യൂസ് ചെയ്താൽ ദാറ്റ് ഈസ് എഫ് ഡാഷ് ഓഫ് ടീറ്റ കോസ് ടീറ്റ മൈനസ് എഫ് ഓഫ് ടീറ്റ സൈൻ ടീറ്റ. ഇനി നമ്മൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും നമ്മൾ കോസ് ടീറ്റ കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. ദെൻ വി ഗെറ്റ് ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് ടീറ്റ സൈൻ ടീറ്റ പ്ലസ് എഫ് ഓഫ് ടീറ്റ കോസ് ടീറ്റ ഡിവൈഡ് ബൈ കോസ് ടീറ്റ ഓൾ ഡിവൈഡ് ബൈ എഫ് ഡാഷ് ഓഫ് ടീറ്റ കോസ് ടീറ്റ മൈനസ് എഫ് ഓഫ് ടീറ്റ സൈൻ ടീറ്റ ഡിവൈഡ് ബൈ കോസ് ടീറ്റ. ഇത് നമുക്ക് ഇവിടുത്തെ നമ്മൾ കോസ് ടീറ്റ സൈൻ ടീറ്റ ബൈ കോസ് ടീറ്റ ടാൻ ടീറ്റ ആയിട്ട് മാറും. ഇവിടുത്തെ കോസ് ടീറ്റയും ക്യാൻസൽ ചെയ്ത് പോകും. ഇവിടെ പോലെ കോസ് ടീറ്റയും ക്യാൻസൽ ചെയ്യുമ്പോൾ അവിടെ സൈൻ ടീറ്റ കോസ് ടീറ്റ എന്തായിട്ടും ടാൻ ടീറ്റ ആയിട്ട് മാറും. ദാറ്റ് ഈസ് ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് ടീറ്റ ടാൻ ടീറ്റ പ്ലസ് എഫ് ഓഫ് ടീറ്റ ഡിവൈഡ് ബൈ എഫ് ഡാഷ് ഓഫ് ടീറ്റ മൈനസ് എഫ് ഓഫ് ടീറ്റ ടാൻ ടീറ്റ. Hence, the slope of the curve r equal to f of theta or the slope of the line tangent to the graph r equal to f of theta at the point r theta is given by f dash of theta tan theta plus f of theta divided by f dash of theta minus f of theta tan theta. That's equal to tan theta f dash of theta na dr by d theta plus r f of theta na r ആണ്. That is dr by d theta minus r into tan theta. ഓക്കെ, അതാണ് സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ. ദെൻ ഒരു റിമാർക്ക് നോക്കാം. ഇഫ് ദ കർവ് ആർ ഈക്വൽ എഫ് ഓഫ് ടീറ്റ പാസസ് ത്രൂ ദി ഒറിജിൻ അറ്റ് ടീറ്റ ഈക്വൽ ടീറ്റ നോട്ട് എഫ് ഓഫ് ടീറ്റ നോട്ട് ഈക്വൽ 0, ദെൻ ഫ്രം ദി എബവ് ഫോർമുല ഓഫ് സ്ലോപ്പ് ഓഫ് ദി കർവ് അറ്റ് ദി പോയിന്റ് 0 ടീറ്റ നോട്ട് ഈക്വൽ ടു എന്ത് വരും ഡി വൈ ബൈ ഡി എക്സ് അറ്റ് ദി 0 ടീറ്റ നോട്ട്. അതായത് ആറിന് പകരം 0 എടുക്കുക, ടീറ്റയ്ക്ക് പകരം ടീറ്റ നോട്ട് എടുക്കുക. ദാറ്റ് ഈസ് എഫ് ഡാഷ് ഓഫ് ടീറ്റ നോട്ട് ടാൻ ടീറ്റ നോട്ട് ഡിവൈഡ് ബൈ എഫ് ഡാഷ് ഓഫ് ടീറ്റ നോട്ട്. എഫ് ഡാഷ് ഓഫ് ടീറ്റ നോട്ട് എഫ് ഡാഷ് ഓഫ് ടീറ്റ നോട്ട് ക്യാൻസൽ ചെയ്ത് ദാറ്റ് ഈസ് ഈക്വൽ ടു ടാൻ ടീറ്റ നോട്ട് നമുക്ക് കിട്ടും. Okay, then ഒരു question, find the slope of the line tangent to the graph of r equal to 3 cos square 2 theta at theta equal to pi by 6. അതിൻ്റെ സ്ലോപ്പ് നമുക്ക് കണ്ടുപിടിക്കാം. ഇക്വേഷൻ ഓഫ് ദ ഗിവൺ പോളാർ കർവ് ഇസ് r equal to f of theta equal to 3 cos square 2 theta.
then dr by d theta equal to എന്ത് വരും? അതിന് with respect to theta നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യും. that is f dash of theta equal to 6 cos 2 theta into minus sin 2 theta into 2 ആണ് സെയിം റൂൾ യൂസ് ചെയ്യണം. ഓക്കെ, that is minus 12 cos 2 theta sin 2 theta. Now f of pi by 6 is equal to 3 cos square 2 into pi by 6, that's equal to 3 into cos square pi by 6. Cos pi by 6 ആണ് നമുക്ക് എത്രയാണ്? 1 by 2, that is 3 into 1 by 2 square, that's equal to 3 by 4. Then f dash of pi by 4 equal to minus 12 cos pi by 3 into sin pi by 3, that's equal to minus 12 into 1 by 2 into root 3 by 2, that's equal to minus 3 root 3. Then the slope of the tangent line at the point theta equal to pi by 6 is dy by dx equal to theta equal to pi by 6. നമ്മൾ dy by dx നമുക്ക് അതിൽ theta ക്ക് പകരം pi by 6 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. Okay, that is f dash of theta into tan theta plus f of theta divided by f dash of theta minus f of theta tan theta where theta equal to pi by 6. ഇനി നമ്മൾ theta pi by 6 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, വാല്യൂ നമുക്ക് കിട്ടും. that is minus 3 root 3 into 1 by root 3 plus 3 by 4 divided by minus 3 root 3 minus 3 by 4 into 1 by root 3, that's equal to minus 12 plus 3 by 4 all divided by minus 36 minus 3 by 4 root 3, 4 ഉം 4 ഉം ക്യാൻസൽ ചെയ്ത് പോകും. then solve ചെയ്യാം, then we get 3 root 3 by 13. Okay, then next graph the curve r equal to 1 minus cos theta. ഈ r equal to 1 minus cos theta ഒരു കാർഡിയോയിഡ് ഷേപ്പ്. കാർഡിയോയിഡ് ആ ഗ്രാഫിന് പേര് തരാൻ കാരണം ഒരു നമ്മളുടെ ഹേർട്ടിൻ്റെ ഷേപ്പിലാണ് ആ ഗ്രാഫ് വരിക. ഓക്കെ, ദെൻ ഈ r equal to 1 minus cos theta പോളാർ ഈ കേർവിൻ്റെ ഗ്രാഫ് നമുക്ക് വരയ്ക്കണം. So the given polar equation r equal to f of theta equal to f of theta equal to 1 minus cos theta. Okay, then f of minus theta symmetricity ആദ്യം നമുക്ക് ടെസ്റ്റ് ചെയ്യണം. f of minus theta എടുക്കുമ്പോൾ എന്ത് വരും? 1 minus cos of minus theta, cos minus theta, cos minus x ആണ്, cos x ആണ്, that is 1 minus cos theta, that's equal to f of theta. thetaക്ക് വരെ മൈനസ് theta സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ എന്താണ് നമുക്ക് ആൻസറിൽ ഒരു മാറ്റില്ല. സോ എന്തായിരിക്കും? എക്സ് ആക്സിസിന് എന്തായിരിക്കും? സിമെട്രിക് ആയിരിക്കും. therefore the graph of the given equation is symmetric with respect to the polar axis, that is x axis. as theta increases from 0 to pi, cos theta decreases from 1 to minus 1 അല്ലേ? തീറ്റ 0 പൈയിലേക്ക് ഇൻക്രീസ് ചെയ്യുമ്പോൾ കോസ് തീറ്റ എന്താണ്? 1 to minus 1ലേക്ക് ഡിക്രീസ് ചെയ്യും. ആൻഡ് r equal to 1 minus cos theta increases from a minimum value of 0 to a maximum value of 2. r 1 നിന്ന് മൈനസ് 1ലേക്ക് പോകുമ്പോൾ ഇവിടെ എന്ത് വരും? 1 minus minus 1 2. അപ്പോൾ അത് r മാക്സിമം വാല്യൂലേക്ക് അപ്രോച്ച് ചെയ്യും. മിനിമം വാല്യൂ എത്ര വരെ? 0 വരെ. ആസ് തീറ്റ കണ്ടിന്യൂസ് ഫ്രം പൈ ടു 2 pi, cos theta increases from minus 1 to ബാക്ക് ടു 1 അല്ലെ? പൈന്ന് 2 പൈയിലേക്ക് തീറ്റ വാരി ചെയ്യുമ്പോൾ കോസ് തീറ്റ എന്ത് ചെയ്യും? മൈനസ് 1 നിന്ന് 1ലേക്ക് ഇൻക്രീസ് ചെയ്യും. മൈനസ് 1 നിന്ന് 1ലേക്ക് ഇൻക്രീസ് ചെയ്യുമ്പോൾ അതിൻ്റെ ആറിൻ്റെ വാല്യൂ എന്ത് ചെയ്യുക? 2 നിന്ന് 1ലേക്ക് ഡിക്രീസ് ചെയ്യുക. and r decreases from 2 back to 0. The curve starts to repeat when theta equal to 2 pi because of the cosine function as period 2 pi. Period 2 pi ആയതുകൊണ്ട് ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. r equals 0 when theta equals 0 or theta equal 2 pi. Hence the curve passes through the origin at theta equals 0 or theta equal 2 pi. And so the curve leaves the origin with the slope tan theta, that is tan 0 equals 0, and return to the origin with the slope tan 2 pi equal to 0. To make a rough sketch of the curve, let us make a table of values of r and theta from theta equals 0 or theta equal to pi. Plot the points, draw a smooth curve them with a horizontal tangent at the origin, and reflect the curve across the x-axis to the complete the graph. തീറ്റയും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കുറച്ച് ആറിൻ്റെ വാല്യൂ നമ്മൾ ഗ്രാഫിലേക്ക് മാറ്റുക. തീറ്റ 0 ആകുമ്പോൾ r equal to 0 വരും. തീറ്റ പൈ ബൈ 3 ആകുമ്പോൾ r equal to 1/2 വരും. തീറ്റ പൈ ബൈ 2 ആകുമ്പോൾ r equal to 1 വരും. തീറ്റ 2 പൈ ബൈ 3 ആകുമ്പോൾ r equal to 3/2 വരും. തീറ്റ പൈ ആകുമ്പോൾ r 2 വരും. എന്തുകൊണ്ട് നമ്മൾ 0 to pi എടുത്തു? കാരണം എക്സ് ആക്സിന് സിമെട്രിക് ആയതുകൊണ്ട് നമുക്ക് 0 to pi എടുത്താൽ മതി. അതേപോലെ തന്നെ ആയിരിക്കും പൈ ടു 2 pi വരിക. സോ ഗ്രാഫ് ഈ ഷേപ്പിലാണ് വരിക. ഓക്കെ, ദാറ്റ് ഈസ് എന്തായിരിക്കും? ഒരു ഹാർഡ് ഷേപ്പിലായതുകൊണ്ടാണ് നമ്മളിതിനെ കാർഡിയോയിഡ് എന്ന് വിളിക്കുന്നത്. സോ പോളാർ കോർഡിനേറ്റ് സിസ്റ്റത്തിൻ്റെ ഗ്രാഫ് വരയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ വേണം? സിമെട്രിസിറ്റി ചെക്ക് ചെയ്യണം, സ്ലോപ്പ് ചെക്ക് ചെയ്യണം. കുറേ എക്സാമ്പിൾസ് ഉണ്ട്, നമുക്ക് പ്രോബ്ലംസ് ചെയ്യാം. പ്രോബ്ലം ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? കുറച്ചുകൂടി നിങ്ങൾക്ക് കൺസെപ്റ്റ് മനസ്സിലാക്കും. ഓക്കെ, അപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കാം. ക്ലിയർ?